നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി. അറസ്റ്റിലായവരിൽ പാർട്ടി നേതാക്കളും പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലിനാണ് മുഖ്യ സൂത്രധാരൻ എന്നാണ് സൂചന. ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കി കഴിഞ്ഞു. അറസ്റ്റിലായ അമൽ ബാബുവും ഡിവൈഎഫ്ഐ ഭാരവാഹിയാണ്. അതേസമയം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അശ്വന്ത് വിനോദ് എന്നിവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ബോംബ് നിർമ്മാണത്തിലും സ്ഫോടനത്തിലും പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് CPM ആവർത്തിക്കുമ്പോഴാണ് ഇപ്പോഴും ഡിവൈഎഫ്ഐയിൽ ഭാരവാഹിത്വമുള്ള ആളുകൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടുകയും അവരുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തത്. അറസ്റ്റിലായ സായൂജ് ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 1 മണിയോടെയാണ് സ്ഫോടനം ഉണ്ടായത്. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം നടന്നതെന്നാണ് പോലീസ് FIR-ൽ പറയുന്നത്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പാനൂർ മുളിയത്തോട് സ്വദേശി ഷെറിൻ കാട്ടിന്റെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചിരുന്നു. കൈപ്പത്തി തകർന്ന വിനീഷ് വലിയ പറമ്പത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിനീഷും മരിച്ച ഷെറിനും CPM പ്രവർത്തകരാണ്. വിനീഷിന്റെ വീടിനടുത്തുള്ള കട്ടക്കളത്തിൽ വെച്ചാണ് സ്ഫോടനമുണ്ടായത്. അതേസമയം സ്ഫോടനത്തിൽ CPM പ്രവർത്തകർക്ക് പങ്കില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. എന്നാൽ സംഭവം തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കിയാണ് കോൺഗ്രസ് രംഗത്ത് വരുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് CPM പ്രവർത്തകരെ കൊണ്ട് ബോംബ് ഉണ്ടാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചിരുന്നു. ഏതായാലും ഈ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിലിന്റെ വീട് അവിടുത്തെ CPM പ്രവർത്തകരടക്കം പോയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഷെറിലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരാതിരിക്കാനോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒളിച്ചു വെക്കാനോ മാതാപിതാക്കളെ കൊണ്ട് പുറത്ത് പറയിപ്പിക്കാതിരിക്കാനോ ഉള്ള ശ്രമമായിരിക്കും ഒരുപക്ഷെ ഉണ്ടാകുന്നത്. കാരണം ഇപ്പോൾ പിണറായി വിജയൻ അതിനെ ന്യായീകരിക്കുന്നുണ്ട്. മനുഷ്യത്വപരമായ സമീപനമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ മനുഷ്യത്വപരമായ സമീപനം മറ്റു മരണപ്പെട്ട പലരോടും കാണിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സിദ്ധാർത്ഥിന്റെ ഏറ്റവും ക്രൂരമായ ഒരു കുട്ടി കൊല ചെയ്യപ്പെട്ടതാണ് സിദ്ധാർത്ഥിന്റെ മരണം. ആ മരണത്തിൽ മാതാപിതാക്കൾ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴും മാതാപിതാക്കൾ വന്ന് തുറന്നു പറഞ്ഞപ്പോഴും കരഞ്ഞപ്പോഴും ഒന്നും ഈ സമീപനം പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് കണ്ടില്ല. ഒരു മാതാപിതാക്കളുടെ മിടുക്കനായവരുടെ മകനെ ആഹാരം പോലും നൽകാതെ വെള്ളം പോലും നൽകാതെ കൊലപ്പെടുത്തിയിട്ടും ആ മനുഷ്യത്വം പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. CPM നേതാക്കൾ ആരും തന്നെ അവിടെ ചെല്ലുകയോ അവരോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ മനുഷ്യത്വം CPM നേതാക്കൾക്ക് സിദ്ധാർത്ഥിനോടില്ലേ എന്ന ചോദ്യം പോലും പ്രസക്തമാവുന്നു.